ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ബറാത്ത് സ്പെഷ്യൽ ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിതിന് ഒരു കപ്പ് ചെറിയരി കുഞ്ഞരി അതാണ് എടുത്തത്. അതൊന്ന് വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് സമയം ഒരു മണിക്കൂറോളം ഒന്ന് കുതിർക്കാൻ വെക്കാം. പിന്നെ അതുപോലെ കടലക്കപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതും നമുക്ക് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ ഞാൻ പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. പഴമൊക്കെ ഓരോരാൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടാട്ടോ. അതുപോലെ കടലക്കപ്പരിപ്പ് പഴമൊക്കെ കൂടുതൽ വേണമെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ കൂട്ടിയാൽ മതി. പിന്നെ അതിന് വേണ്ടി 2 വലിയ തേങ്ങയാണ് എടുത്തത്. അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുക്കണം. പിന്നെ ഒരു പാക്കറ്റ് മിൽമ പാലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഈ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് പഴം നമുക്ക് ഒന്ന് മിൽമഗിയിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ആക്കിയെടുത്താൽ മതി. പഴം ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇതുപോലെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഇതിപ്പം അരി അരച്ചിട്ട് അത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക. ചെറിയ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതിൽ അരച്ചെടുത്താൽ മതി. അഥവാ ശരിക്കും അരഞ്ഞിട്ടില്ലെങ്കിൽ അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചിട്ട് വെക്കണം. പിന്നെ തേങ്ങ 1-ാം പാലും 2-ാം പാലും എടുക്കുക. പിന്നെ മിൽമ പാലൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ പഴം, നമുക്ക് വേണ്ട പഞ്ചസാര, അപ്പോൾ അതൊക്കെ മധുരം നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി. ഈ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് പായസത്തിന് വേണ്ട ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം പായസം വെക്കുന്ന പാത്രം എടുത്തിട്ട് നമുക്കിനി ഇതൊക്കെ എല്ലാം മിക്സാക്കിയിട്ട് എടുക്കേ വേണ്ടൂ. അപ്പോൾ ആദ്യം അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാം കൂടി നമുക്കൊന്ന് പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ തേങ്ങാപ്പാലും നമ്മളെ കുഞ്ഞരി അതും പിന്നെ പഞ്ചസാര ഒന്നിച്ച് ചേർക്കണ്ട, മധുരം നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് തന്നെ ഈ കടലക്കപ്പരിപ്പ്, അതുപോലെ നമ്മളെ പഴം ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിക്കൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ മിൽമപ്പാലും ചേർത്തിട്ട് എല്ലാം ചേർത്ത് മിക്സാക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ചാൽ കേട്ടോ. അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് പിന്നെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. അല്ലെങ്കിൽ അത് അടിയിലേക്ക് ഇങ്ങനെ ഊർന്ന് നിൽക്കട്ടെ അരി അരച്ചതെല്ലാം. അപ്പോൾ ഇത് കൈയെടുക്കാതെ ഇളക്കി നമുക്കിത് ആക്കിയെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഇതുപോലെ ഈ ഒരു തിക്കിൽ ആയിക്കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ആക്കിയെടുത്തത്. ഇനിയിപ്പോൾ ഇത് തണയുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവുമായിരിക്കും, കേട്ടോ. അത് ഇപ്പോൾ ചൂടോടായതുകൊണ്ടാണ്. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പം മധുരം കുറച്ചതെന്ന് വെച്ചാൽ ലാസ്റ്റ് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിൽക്ക് മെയ്ഡ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആ മിൽക്ക് മെയ്ഡും കൂടി അത് ഓപ്ഷനിലാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കട്ടോ മധുരത്തിന്. ഈ മിൽക്ക് മെയ്ഡും ചേർത്ത് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മുന്തിരി പിന്നെ കുട്ടികൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ബദാം ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ബദാമാണ് ഞാൻ കൂടുതൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അടിപൊളി പായസം റെഡിയായി. വളരെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ നമ്മളെ ബറാത്ത് സ്പെഷ്യൽ പായസം തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ പ്രാവശ്യത്തെ ബറാത്തിനൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.